കാരൻ സാറിന്റെ കുസൃതി പെണ്ണ്. രചന ഫാത്തിമ റിഫ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ബേബി, ഐ ലവ് യു സോ മച്ച് ദാൻ എവറിത്തിങ് ഇൻ ദിസ് വേൾഡ്. ക്യാൻ യു ബി മൈൻ? ഡീ, പ്രഭാതത്തിലെ എന്റെ നല്ല മൃദുലമായ സ്വപ്നകൊട്ടാരത്തെ തകർത്ത ആ വീരസാഹസികനെ കാണാൻ ഞാൻ ചടകുടഞ്ഞ് എഴുന്നേറ്റതും ദേ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ കാരൻ സാർ എന്ന മിസ്റ്റർ അത്തിക് ശിവ. എന്റെ ക്ലാസ്സിൽ ഉറങ്ങരുതെന്ന് ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ബട്ട് യു റിപ്പീറ്റ് ഇറ്റ് അഗൈൻ. അത് സർ. എന്ത് സാറ്? നീ രാത്രി എന്താ കക്കാൻ പോയേക്കുവാണോ? അതിന്റെ ബാക്കി പറഞ്ഞ ഞാനാണ്. അല്ലേ പിന്നെ, ഇതൊക്കെ നമ്മൾ എത്ര കേട്ടിട്ടുണ്ട്. ഹൗ ഡെയർ ടു ടെൽ മീ? ദേ സാറ് ചീർന്നു. സർ, ഞാൻ സാറ് പറഞ്ഞ ഡയലോഗിന്റെ ബാക്കിയല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ. അപ്പൊ ഗോയ്സ്, ലെറ്റ്സ് ഗോ ടു ഔട്ട്സൈഡ്. പുറത്തെത്തിയും ദേ നിൽക്കുന്നു എന്റെ ഉറ്റമിത്രം മിസ്റ്റർ അവന്തിക എന്ന ലച്ചു. എന്താടി നീ ഇങ്ങനെ? എന്റെ ചോദ്യം കേട്ടതും എന്തോ നിഗൂഢമായ ചിന്തയിലായിരുന്ന എന്റെ ഉറ്റമിത്രനെ ഞെട്ടി നോക്കി. അയ്യോ, എന്താടി നീ എപ്പോ വന്നു? ഞാനിപ്പോ. അല്ല, നീ എങ്ങനെ ഔട്ടായി? ഞാനുറങ്ങി, നീയോ? ഞാനും. ബട്ട് എങ്ങനെ? എടീ, ഞാനുണ്ടല്ലോ, എനിക്കൊരു ചെക്കൻ ചോക്ലേറ്റ് ഇരുന്നു, ഞാനത് കഴിക്കുന്ന സ്വപ്നം കാണിയായിരുന്നു. എന്നിട്ട് എന്റെ ആകാംക്ഷാശലഭങ്ങൾ പുറത്തു വന്നു. പെട്ടെന്ന് ദൂരെ നിന്നൊരർച്ച ഡീന്ന്. എന്നിട്ട് ഞെട്ടിണീറ്റപ്പോ കാലിനു, പിന്നെ ഗെറ്റ് ഔട്ട്. അപ്പൊ നീ കഴിച്ച ചോക്ലേറ്റ് അതാ ശ്രീയില്ലേ, അവിടെ ഇറേസറാ. എന്റെ പൊന്നോ, നിന്നെയൊക്കെ സമ്മതിക്കണം. നീ ഈ അലർച്ച പരിചിതമായതുകൊണ്ട് പിന്നെ ഞങ്ങൾ രണ്ടും നിഷ്കുവായി. എന്താ ജോമോ? എന്ത്? അല്ല, എന്താ സാർ? ഇന്ന് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും 2 നാളെ പ്രസന്റ് ചെയ്യണം എന്നും പറഞ്ഞ് മിസ്റ്റർ കാരൻ മാസു വാക്ക്. എടിയിൽ വെച്ചു. എന്തോ? നീ അറിഞ്ഞോ? എന്ത്? നമ്മൾ പെറ്റു. എപ്പോ? കുട്ടിയുടെ അച്ഛനാരാ? ഓ മണ്ണുണ്ണി പെറ്റൂന്നല്ല, പെട്ടൂന്ന്. ഓ അങ്ങനെ. ഞാൻ വിചാരിച്ച ചോക്ലേറ്റ് പോയി വന്നോന്ന്. വാടി. ഞാൻ അവളെയും വലിച്ച് ഞങ്ങളുടെ ക്ലാസ്സിലെ പഠിപ്പിയുടെ മുന്നിലെത്തി. ആവശ്യത്തിന് മാത്രം കാണുന്ന ഒരേ ഒരു മുഖം, മിസ്സിസ് ദേവിക. എന്തേ? ഓ, പഠിപ്പിന്നുള്ള ജാട. എന്നാ നമുക്കും ജാടയിടാം. അല്ലടി, ഞാനും ശരിവെച്ചു. വി നീഡ് യെസ്റ്റർഡേ നോട്ട്സ് ബൈ മാം അദ്വിക്. വാട്ട്? നോ മോർ ഗീവ്. പിന്നെയാണ് ലച്ചു പറഞ്ഞ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ആക്കിയത്. ലച്ചു, അതല്ല, നോ വി നീഡ് ടുമോറോ നോട്ട്സ്. വാട്ട്? കുഞ്ഞമ്മയുടെ വാട്ട് താടി. സോറി, ഞാൻ നിഷ്കിനിട്ട് ലച്ചുവിനെ പിച്ചി. നോ വി നീഡ് ടുഡേ നോട്ട്സ് ബൈ അദ്വിക് സർ. ഓക്കെ? ഓ, ആൾക്ക് വേറെ ലാംഗ്വേജ് தெரியாது. ലച്ചു മിണ്ടാതിരിക്കേ. അവളുടെ കയ്യിൽ നിന്ന് നോട്ട് വാങ്ങി നേരെ വീട്ടിലേക്ക് വിട്ടു. എന്താടി നെച്ചു ഒരു വശപ്പശക്ക്? ഏയ് ഒന്നുമില്ല അമ്മ. അതും പറഞ്ഞ് ഞാൻ എസ്കേപ്ഡ്. റൂമിലെത്തിയൊരു മറിച്ചില്ല ഞാൻ. എന്നാലും ചിന്തിക്കാണ് ഗൈസ്, ഹു ഈസ് ദാറ്റ് ബോയ്? അയ്യോ, ഞാൻ എന്നെ കുറിച്ച് പറയാൻ മറന്നു. ഐ ആം നക്ഷത്ര എന്ന നെച്ചു. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുക. അച്ഛനും അമ്മയും ചേട്ടനും കൂടുന്നൊരു സംഭവം. വിശാലമായ കുടുംബം. പിന്നെ സ്വഭാവമൊക്കെ വഴിയെ മനസ്സിലാവും. മോളെ നെച്ചു, എന്റെ അമ്മ വിളിക്കുന്നേ. ബാക്കി സീനി നമുക്ക് അവിടെ കാണാം ഗോയ്സ്. ഞാൻ സ്റ്റേർ ഇറങ്ങി നിഷ്കുവായി. വാ, ഫുഡ് കഴിക്കാം. അമ്മേ, ചേട്ടൻ വന്നില്ലേ? അവനിപ്പോ വരും. എന്റെ ചേട്ടൻ നീലെന്ന് നിൽക്കും. വയസ്സ് 24. ഒരു മഹാപരിഷ്കാരി. മീൻസ് നിങ്ങളുടെ ഭാഷയിൽ ബാങ്ക് ജോലിക്കാരനാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു പഠിപ്പിയുടെ ചിത്രം വന്നില്ലേ? ലൈക്ക് കണ്ണടയൊക്കെ വെച്ച്. ചേച്ചി മാറ്റി. എന്റെ ബ്രദറിന്റെ ലുക്കേ, സ്ലിം ബോഡി, ബ്ലാക്ക് കോട്ട്, ബ്ലാക്ക് ഷർട്ട്, ബ്ലാക്ക് ബൂട്ട്, സൺഗ്ലാസ് ഇട്ട് വരുന്ന എന്റെ ഏട്ടനെ ഞാൻ നോക്കിയിരുന്നു പോയി. എന്താടി നോക്കുന്നേ? നീ നിന്റെ ചെക്കനെ നോക്കിയാ മതി. ഈ പ്രോപ്പർട്ടി എന്റെ ലച്ചൂട്ടിക്കാ. അയ്യോടാ, അവന്റെ. എന്താടി, നല്ല മാച്ചല്ലേ? ഞാനൊന്ന് ഇരുത്തി മൂളി. നിനക്ക് ലുക്കുള്ള ചെക്കനെ കിട്ടാത്ത അസൂയല്ലേടി? അവന്റെ കളിയാക്കല്. എന്റെ ഒരു ഓമങ്ങൾ എഴുന്നേറ്റുന്നു. ബട്ട് വേണ്ട, ഞാനൊന്ന് ചിരിച്ച് അകത്തേക്ക് പോയി. ഇവൾക്ക് ഇത് എന്തു പറ്റി? നീ വരുന്നുണ്ടോ? അങ്ങനെ പൊറോട്ട കുത്തി തിരികെ റൂമിലേക്ക് വിട്ടു. വെയിറ്റ് ഗേസ്, എനിക്ക് പണിഷ്മെന്റ് അല്ലേ, അതും ഇംഗ്ലീഷ്. വാവ്. ഞാൻ നോട്ടും പിടിച്ച് നോക്കി. വാട്ട് ഈസ് ദിസ്? എ സ്റ്റോറി ഓഫ് കപ്പിൾസ്? നോ. കുറെ തലകുത്തി മറിഞ്ഞ് അവസാനം ഞാൻ ബുക്കിൽ നിദ്രയെ പുൽകി. പിറ്റേ ദിവസം ഏട്ടന്റെ അലർച്ചയായിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. അമ്മേ, എന്റെ ഷൂ എവിടെ? ഇവൻ ഇത്. പിന്നെയാണ് ബോധം വന്ന്. ഓ മൈ ഗോഡ്. പിന്നെ ഫ്രഷായി താഴേക്ക് പോയി. അപ്പം നിന്നൊരു ഓട്ടമായിരുന്നു. കാര്യം അറിയണ്ടേ, ഇന്ന് ഫസ്റ്റ് പീരീഡ് നമ്മുടെ കാലിനാണ്. മേ കമിൻ സർ? ഞാൻ കീതപ്പടയ്ക്കൊന്ന് പറഞ്ഞു. ഓ, വന്നോ തമ്പുരാട്ടി? സമയം നോക്ക്. ഞാൻ എൻ്റെ വാച്ചിലേക്ക് നോക്കി. പിന്നെയാണ് ഓർത്ത്, ചത്ത വാച്ചിലേക്ക് നോക്കിയിട്ട് എന്ത് കാര്യം? 9 മണി ക്ലാസ് തുടങ്ങും. ഇപ്പൊ 9:30. സർ, മേ കമിൻ? തലയിരിച്ചപ്പോൾ ദോ എന്റെ മിത്രം ലച്ചു. ഓ, രണ്ടും ഒപ്പാണല്ലോ. നിങ്ങളോട് ഞാൻ ഇന്നലെ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നോ? ഞങ്ങൾ രണ്ടും വിയർത്തി നിന്നു. കയറ്, എന്നിട്ട് പ്രസന്റ് ചെയ്യേ. ഫസ്റ്റ് നക്ഷത്ര. സർ, ഡു ഇറ്റ്. ആ പോർഷൻ ഞാൻ കേട്ടില്ല സർ. ഓ പറയടി. This is the portion talking about loved someone who loved long time.
എന്ത്? അധിക് സാറിന്റെ മുഖം ദേഷ്യത്താൽ വിറച്ചു. ഇതാണോ പോർഷൻ? അത് സർ. ഒന്നിനും കൊള്ളില്ല രണ്ടിനും. വലിയ ആൾക്കാരെന്ന വിചാരം. ചെറിയൊരു പോർഷൻ പോലും പറയാൻ പറ്റൂല. അതൊക്കെ നിങ്ങൾ ദേവികയെ കണ്ടുപിടിക്കണം. ഞങ്ങൾ തലകുനിച്ച് നിന്നു. ബിക്കോസ് ആ ദേവികയെ കത്തിക്കാനുള്ള ദേഷ്യം ഞങ്ങൾക്കുണ്ട്. പോർഷൻ മാറി തന്ന പന്നി. ഗെറ്റ് ഔട്ട്! ഞങ്ങൾ ബുക്കും കറക്കി പുറത്തിറങ്ങി. നെച്ചു, നിനക്ക് ഈഗോ അടിച്ചില്ലേ? പിന്നെ അപ്പൊ ഇനി മുതൽ പഠിക്കാല്ലേ? അതേടി, എന്റെ ഈഗോ അതിന്റെ പണി തുടങ്ങി. പുറത്തിരുന്നാൽ സാറിന്റെ ക്ലാസ് കേൾക്കാം. ഞങ്ങൾ അവിടെ ചാരിയിരുന്ന് നോട്ട്സ് മൊത്തം എഴുതി. ബെല്ലടിച്ചപ്പോൾ സാറ് പുറത്തു വന്നു. ഞങ്ങൾ നിഷ്കു ചമഞ്ഞ് മുമ്പിൽ നിന്നു. പിന്നെ പുറകിലേക്ക് നോക്കിയപ്പോൾ കാണുന്ന ദേവികയാണ്. ഒന്നിനും കൊള്ളാത്ത സാധനങ്ങൾ. കേറി പൊടിയകത്ത്. ദേവിക വാ. ഓക്കെ സർ. ഓക്കെ സർ. ഇപ്പൊ പറഞ്ഞ അവളെ കളിയാക്കിയതാണ്. സാറ് പറഞ്ഞു കേട്ട് പണ്ടേ ശീലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ക്യാൻറ്റീനിലേക്ക് വിട്ടു. അടുത്ത പീരീഡ് സാറിന്റെ ആണെന്ന് അറിയാതെ. ശുഭം. അവിടെ എത്തി ചായ 2 പഴംപൊരിയും വെട്ടിവഴിയും ക്ലാസ്സിലേക്ക് എത്തിയതും. എടി എന്താടി? പഴംപൊരിയുടെ എണ്ണ ഉടച്ചുകൊണ്ടിന്ന് ലച്ചു ചോദിച്ചു. ദേ നോക്കിയടി കാരൻ സാറ്. എന്തേ അവിടെ തന്നെ നിന്ന്? തമ്പുരാട്ടിമാരെ അകത്തേക്ക് വന്നാലും. താങ്ക് യു സർ. അതും പറഞ്ഞ് ഞാൻ അകത്തേക്ക് കയറാൻ നിന്നു. ഗെറ്റ് ഔട്ട്! താങ്ക് യു സർ. നല്ല പിന്നെ ഞങ്ങൾ രണ്ടും പുറത്തിരുന്ന് ക്ലാസ് കേട്ട് നോട്ട്സ് എഴുതി. ഡേ കം വിത്ത് മീ. എന്തിനു സർ? വന്നാ മതി. ദേഗുയിസ് വീണു ചീർന്നു. സർ. എന്താ? നിങ്ങളെന്താ വല്ല കടുവയാണോ? ലയിച്ചു എന്നെ പിച്ചുന്നുണ്ട്. ഒന്നും പറയില്ല എന്നൊരു എക്സ്പ്രഷനും. സാർ എന്നെ തറപ്പിച്ച് നോക്കി. ഓഫ് അയ്യോ എന്താടി? ലയിച്ചു ചൂണ്ടിയ ഭാഗത്തേക്ക് എന്റെ കണ്ണുകളുടെ സഞ്ചാരത്തിന്റെ അവസാനം. പ്രിൻസിപ്പൽ റൂം. ശുഭം. മേ കം ഇൻ സർ? യെസ് വാ. ഞങ്ങൾ രണ്ടുപേരും വലുതാലോചിച്ച് കയറി. ഇവരെന്താ ചെയ്തേ? സർ ഇവര് തീരെ പഠിക്കുന്നില്ല. ക്ലാസ് ടൈമിൽ ഉറങ്ങുക, പിന്നെ ക്ലാസ് കട്ട് ചെയ്യുക, കൃത്യസമയത്ത് വരാതിരിക്കുക. അങ്ങനെയാണോ? സാറിന്റെ നേരെ തിരിഞ്ഞു. സർ ഞാൻ രാത്രി വീട്ടിലെ പണികളെല്ലാം ചെയ്ത് കുറച്ച് എനിക്ക് ഉറങ്ങാൻ സമയം കിട്ടാറുള്ളൂ. പിന്നെ ഫുഡ് കഴിക്കാൻ പോലും സമയം കിട്ടാറില്ല. അപ്പൊ ക്ലാസ് കട്ട് ചെയ്ത് ഫുഡ് കഴിക്കാൻ പോകുന്ന ജോലി ആയതുകൊണ്ട് പഠിക്കാനും പറ്റുന്നില്ല. ഞാനങ്ങ് തകർത്ത് അഭിനയിച്ചു. പ്രിൻസിയുടെ മുഖത്തേക്ക് നോക്കി. ഏറ്റു നന്നായിട്ട് ഏറ്റു. ഞാൻ സാറിനെ നോക്കി. ദേഷ്യം കൊണ്ട് മുഖം ചുവന്നിട്ടുണ്ട്. ഇനി ലച്ചു. അവിടെ അത്ഭുതവും ഞെട്ടിലും. എവിടെ? 9 മണിക്കൂർ ഉറങ്ങി വെട്ടിവിഴിയും ജോലി ചെയ്യാത്ത ഞാനായി പറയുന്നു. അമ്മ കേട്ടാൽ എന്റെ ശവെടുക്കും. അയ്യോ അവര് പാവാ സാറേ, അവര് വിട്ടേക്ക്. മക്കള് പോയിക്കോ. ഞാനൊരു വിജയിച്ചിരിയുടെ പുറത്തിറങ്ങി. ഡേ പുറകിൽ നിന്നുള്ള വിളി പ്രതീക്ഷിച്ചതാണ്. എന്താ സാർ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നോക്കാം സാർ എന്നും പറഞ്ഞ് ക്യാറ്റ് വാക്കിട്ട് അങ്ങ് പോന്നു. നെച്ചു എന്നാലും നീ എങ്ങനെ? അതൊക്കെ ഉണ്ട്. ഞങ്ങൾ നേരെ ക്ലാസ്സിലേക്ക് ചെന്നു. ദേവിയെ കണ്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ സമയമായിട്ടില്ല. നീ നെച്ചു നമുക്കിന്ന് ബാങ്ക് വരെ ഒന്ന് പോവാം. എന്തിനടി? എനിക്ക് അവിടെ ചേട്ടനെ ക്രഷ് അടിച്ചു. നിന്റെ ചോക്ലേറ്റ് ബോയ് ആണോ? മേ ബി. അവിടെ ഒരു നാണം. പൊടി. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ബാങ്കിലെത്തി. വാ ദേ അതാ ചേട്ടൻ. അയ്യോ എന്താടി? എടി മരമാക്രി. എന്തേ? അതെന്റെ ചേട്ടനാടി. ഈശ്വര എന്നാലും എന്തേ അവൻ നിന്നെ കണ്ടോ? ആ നൈസ്. വാ പോവാ. ചേട്ടൻ കണ്ടാ ചീത്ത പറയും. എടി കുറച്ചുകൂടെ. ശരി മാറിക്കാം. ഞാൻ മാറുന്ന കാരണം എന്താണെന്നറിയോ? എന്റെ ചേട്ടന്റെ ലീലാവിലാസങ്ങൾ ഒപ്പിയെടുക്കാൻ. ദേ ചേട്ടൻ നോക്കുന്നു. ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നു. ലച്ചോ നാണിക്കുന്നു. അയ്യോ ഇവിടുത്തെ എപ്പോ ഒപ്പിച്ചു? അതും മൈ ബ്രദർ. തെളിവിനായി കുറച്ച് ഫോട്ടോസുകൾ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പൊ എനിക്കിനി നാത്തവും പോരില്ല. സമാധാനം. എന്തേ നീ അലടി വരുന്നത്? ഓടി അവിടുന്ന്. അല്ല നിങ്ങളെങ്ങനെ പരിചയപ്പെട്ടു? അതെ ഒരു ദിവസം അച്ഛൻ തന്ന പൈസ ഇടാൻ പോയപ്പോൾ കണ്ടു. അങ്ങനെ പരിചയപ്പെട്ടു. പിന്നെ എനിക്കങ്ങ് ഇഷ്ടമായി. ഇങ്ങനെയായി. എടി കള്ള കാമുകി, എന്നോട് പറഞ്ഞില്ലല്ലേ? ഇനി നീ എന്നോട് മിണ്ടാവാ. ഞാനതും പറഞ്ഞ് അവിടുന്ന് പോയി. അല്ലേ പിന്നെ കുറച്ച് ദിവസങ്ങളിൽ പിണങ്ങണ്ടേ? ഇനി ചേട്ടൻ അവന് ഞാൻ നല്ലത് കൊടുക്കണം. എന്റെ മിത്രത്തെ വളച്ച് എന്നോട് പറഞ്ഞില്ല. ഞാൻ വീട്ടിലെത്തിയപ്പോൾ നേരെ ഇട്ടിരുന്നു. എന്താണ് നീ വൈകിയേ? ഞാൻ മുഖത്ത് പോലും നോക്കാതെ അകത്തേക്ക് പോയി. ചെറിയ സൗന്ദര്യ പിണക്കം അത്ര തന്നെ. ഡീ ഞാൻ വിളി കേട്ടില്ല. അമ്മേ ഫുഡ്. ആ മോള് വന്നോ? ഞാനൊരു മോളിൽ അവസാനിപ്പിച്ചു. ഡീ നെച്ചു ഒന്ന് നോക്കടി. ഞാൻ മൈൻഡാക്കാതെ മുകളിലേക്ക് പോയി. അവനെന്റെ പുറകെ. റൂമിലെത്തിയത് അവനെന്റെ കയ്യിൽ കയറി പിടിച്ചു. എന്താടി പെണ്ണേ ഒന്ന് മിണ്ടാം. പക്ഷെ എനിക്ക് ചോദിച്ചതിന്റെ മറുപടി വേണം. ഞാൻ എന്റെ ഫോൺ നേരെ അവന്റെ കയ്യിൽ കൊടുത്തു. അവന്റെ മുഖത്ത് നവരസങ്ങൾ ആസ്വദിച്ചു. ഇതെന്താ? അത് പിന്നെ നെച്ചു. ഒന്നും പറയണ്ട. ഇത് ആരാന്നറിയോ? ഇല്ല. മൈ ബെസ്റ്റ് ഫ്രണ്ട് അവന്തിക ലച്ചു. എന്ത്? അതെന്നെടാ പട്ടി. എന്നോട് രണ്ടും പറഞ്ഞില്ല. യൂട്യൂബ് റൂട്ടസ്. ചെവിന്ന് വിടുന്നെച്ചു. സോറി. നിന്റെ പെണ്ണിനോടും തെറ്റി. അവള് മാറ്റട്ടെ. സോറി പെണ്ണെ, ഞാൻ നിനക്ക് എന്തും വാങ്ങിച്ചു തരാം. ഞാൻ ഫ്രഷായി നിദ്രയെ പുഴുകി.
പിറ്റേ ദിവസം കോളേജിലേക്ക് ഞാൻ ചില തീരുമാനവുമായി പോയി. അതും 9:30 വരുന്ന ഞാൻ 9 മണിക്ക് എത്തി. സാറ് ക്ലാസ് തുടങ്ങാൻ നേരമായി. കാലനാണ്. എല്ലാവരും എന്നെ അത്ഭുതത്തോടെ നോക്കുന്നു. വിത്ത് കാലൻ. മേ കമിൻ സർ? യെസ്. താങ്ക് യു സർ. ഞാൻ ഏറ്റവും അവസാനത്തെ ബെഞ്ചിലേക്ക് പോയിരുന്നു. ലിച്ചുവിനെ പൂച്ഛിച്ചു. ലിച്ചുവിന്റെ മുഖം ദയനീയമായിരുന്നു. ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധാപൂർവ്വം ഇരുന്നു. ഫുൾ നോട്ട്സും എഴുതി. നക്ഷത്ര? യെസ് സർ. ഇന്നെടുത്തു പറഞ്ഞോ? ഞാൻ മുഴുവനും പറയുന്നേട്ട് സ്റ്റുഡൻസിന്റെ കണ്ണു തള്ളി. ഗുഡ്, സിറ്റ്. താങ്ക് യു സർ. നീ ലേറ്റായി, കോളേജിൽ പോണ്ടേ? അയ്യോ, സ്വപ്നായിരുന്നോ? ഞാൻ എഴുന്നേറ്റ് ഫ്രഷായി ഓടി. പൊന്നോ, ക്ലാസ്സിലെത്തിയത് എല്ലാവരും വന്നിരുന്നു. എന്റെ ഹൃദയം ഒന്ന് വിറച്ചു. എന്താ തമ്പുരാട്ടി, കുറച്ചുകൂടെ നേരത്തെ വരണം. ഞാൻ അകത്തേക്ക് കയറി. മുന്നോട്ട് ചെന്നു മുഖമടച്ചൊന്ന് കിട്ടി. എന്റെ കിളികൾ കൂടും വിട്ട് പോയി. വാവ്, ഹൗ ഈസ് ദിസ് ഗേൾ? സർ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നേരത്തെ വരണമെന്നും പഠിച്ചു വരാനും. എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ വന്നോളൂ. ഇനി എങ്ങാനും നീ ലേറ്റായാ ഗെറ്റ് ഔട്ട്. പക്ഷെ ഞാൻ നിശ്ചലനായി നിന്നു. എനിക്ക് നീങ്ങാൻ പറ്റണ്ടേ? അമ്മാതിരി അടിയല്ലേ അടിച്ച്. നീ കണ്ണുനീരെന്നെ ചതിച്ചിരുന്നു. ഞാൻ സാറിന്റെ മുഖമുയർത്തി നോക്കി. സാറൊന്ന് ഞെട്ടി. എന്നിട്ട് പൂച്ഛിച്ചു. ഓ, കൊച്ചു തമ്പുരാട്ടി കരയാണോ? ഇങ്ങനെയുള്ള വികാരങ്ങളും നിനക്കൊക്കെ ഉണ്ടോ? ഞാനാവുന്നെങ്കിൽ കേൾക്കാ ക്ലാസ്സിൽ നിന്ന് ഓടി. ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഓടി. അന്ന് ക്ലാസ്സിലേക്ക് ആ മൂഡ് തോന്നിയില്ല. നേരെ വീട്ടിലേക്ക് പോയി. എന്താ മോളെ, നീ എന്താ നേരത്തെ വന്നേ? ഏയ്, ചെറിയ തലവേദന. ഹോസ്പിറ്റൽ പോണോ മോളെ? ഏയ്, അത്രയ്ക്കൊന്നുമില്ല. എന്നാ പോയി കിടന്നു. ബെഡിൽ വന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു. മോളെ നിച്ചു, വാതിലുർക്ക്. മുത്തേ, ദേ ചേട്ടൻ നിനക്ക് ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്. എന്താണ് നിന്റെ മുഖമൊക്കെ ഇങ്ങനെ? എന്താണ് നിന്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നത്? അതെ ഏട്ടാ, ഞാൻ അവന് നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. അയ്യേ, ഏട്ടന്റെ പൊന്ന് കരയാണോ? എന്താടി കാര്യം? അവളൊന്നും വിടാതെ എല്ലാം പറഞ്ഞു. എടി, ആദ്യം നീ പഠിക്ക്, പിന്നെ ഒരു പൊടിക്കടങ്ങ്. നീ പുതിയ പ്ലാൻ റെഡിയാക്ക്. ശരി ഏട്ടാ. അവൾ എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ പോയി. ഛേ, അവൾ അടിക്കണ്ടായിരുന്നു. അപ്പോഴത്തെ ദേഷ്യത്തിന് അറിയാതെയാണെങ്കിലും അല്ലെങ്കിൽ നിനക്ക് വെച്ച് ദേഷ്യം കൂടുതലാ. എടാ, ഇനി എന്താ ചെയ്യാ? ഇനി എന്ത് സഹിച്ചോ? ഏയ്, എനിക്ക് അവളുടെ കണ്ണു നിറഞ്ഞപ്പോ എന്തോ ഭയങ്കര സങ്കടമായടാ. ഒരു പെണ്ണിനെ തല്ലിയതും പോരാ, ഇവിടെ വന്നിട്ട് സെന്റ് അടിക്കാൻ. ഒന്ന് പോടാ. നീ അവളുടെ വീട്ടിൽ പോയി ചോദിക്ക്. എന്ത് കേട്ടാൻ? പോടാ. അതിനു മുമ്പ് അവളെ ശരിയാക്കണം. ചെല്ല്. ദയിച്ചു അവന്റെ തോളിൽ തട്ടി. ദർശനം എന്ന ദയിച്ചു അവന്റെ ചങ്ക് മുത്ത് ബ്രോ. ശരിയടാ, എന്നാ പോയി. രാവിലെ 5 മണിക്കുള്ള അലാം കേട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അപ്പൊ ഗുയിസ്, ഇനി പുതിയ മുടക്കം. തുടക്കം. പള്ളി തേച്ച് ഫ്രഷായി നേരെ എന്റെ അലമാര തുറന്നു. ഇന്ന് ഏതിടും? ഡാർക്ക് റെഡ് ദാവണി എന്റെ കണ്ണിൽ പെട്ടു. ഇത് തന്നെ ദാവണിയും പിന്നെ എന്റെ മൂക്കുത്തിയും. വെയിറ്റ്, ഞാൻ പറഞ്ഞോളാം നിച്ചുട്ടി. വേണ്ട, എന്റെ കണ്ണിൽ മഷി എഴുതി ബാഗ് എടുത്ത് പുറത്തിറങ്ങി പോകുമ്പോ അമ്പലത്തിൽ കയറാനാണേ. താഴെ ചെല്ലുമ്പോൾ അച്ഛനും അമ്മയും എന്നെ വാപൊളിച്ച് നോക്കി നിൽക്കുന്നു. എന്നെ ഒരു കുട്ടി നിൽക്കലല്ലാതെ ഇപ്പോഴൊന്നും കണ്ടിട്ടില്ല. ചേട്ടനൊരു പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ട്. ആ, ഇന്ന് വല്ല കാക്കയും മറന്നു വറക്കൂടാ. എന്തോ പോയ പോലെ നിന്നിരുന്ന അച്ഛൻ ഗോളടിച്ചു. പോ അച്ഛാ. വാദിച്ചു, ഞാനിന്ന് കൊണ്ടായി തരാം. നീക്ക് തോളിലൂടെ കേട്ട് പറഞ്ഞു. വാവ്, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ സിസ്. താങ്ക്സ് ബ്രോ. ഡീ, നിന്റെ നാത്തൂനോടും മിണ്ടില്ല. പറഞ്ഞു കേട്ടു. അവളൊന്നും മിണ്ടട്ടെ. ആ, പിന്നെ എന്നെ അമ്പലത്തിലാക്കണേ. ഓ, അപ്പൊ ശരിക്കും നന്നാവും തീരുമാനിച്ചില്ലേ? എന്തേ? ഒന്നുമില്ല, നിർത്ത്. ഞാൻ അമ്പലത്തിൽ കയറി തൊഴിൽ തിരികെ വന്നു. ഇറങ്ങി, കോളേജ് എത്തി. ഞാൻ ഏടന്റെ പുറകിൽ നിന്ന് ഇറങ്ങി. എന്റെ പാദസരമണിഞ്ഞ കാലവിടെ പതിഞ്ഞതും എനിക്കൊരു പുതിയ തുടക്കം പോലെ ഫീൽ ചെയ്തു. അതെ, പൊളിച്ചു വാ. ഓക്കെ ചേട്ടാ. ഓക്കെ മുത്തേ. എന്നെ കണ്ട അവിടെയുള്ളമാരുടെ വാ തുറന്നു. അങ്ങനെയൊന്നും പറയണ്ട, ലൈക്ക് കോഴിക്കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നിന്നു. യെസ്, ഞാൻ നേരെ ക്ലാസ്സിലേക്ക് നിന്നു. ഫസ്റ്റ് പീരീഡ് നമ്മുടെ കാലൻ സാറാണ്. മേ കമിൻ സർ? വിളിയേട്ട ഭാഗത്തേക്ക് എല്ലാവരും നോക്കിയതും ആദിയുടെ കണ്ണുകൾ വിടർന്നു. സ്റ്റുഡൻസിന്റെ വാ തുറന്നു. നക്ഷത്ര? എല്ലാവരും ഒരേ സ്വരത്തിൽ വിളിക്കുന്ന കേട്ട് എന്റെ കിളികൾ എന്തിനോ വേണ്ടി പോയി. എന്തിനോ എന്തോ. ബട്ട് ജാട വിടാൻ പറ്റുമോ? മേ കമിൻ സർ? യെസ്, കമിൻ. ഞാൻ ലിച്ചുവിനെ പുച്ഛിച്ച് ബാക്ക് ബെഞ്ചിൽ പോയിരുന്നു. എല്ലാവരും എന്നെ ഏതോ ജീവിയെ പോലെ നോക്കുന്നുണ്ട്. ഞാൻ ബുക്ക് എടുത്തു. സാറ് പറഞ്ഞെല്ലാം എഴുതി. നക്ഷത്ര, ഇന്നെടുത്ത് പ്രസന്റ് ചെയ്യൂ. ഞാൻ നല്ല അസലായി പറഞ്ഞു കൊടുത്തു. അല്ല പിന്നെ, ഈ നക്ഷത്രയോടെ കളി. എല്ലാവരും വീണ്ടും എന്നെ നോക്കുന്നു. നിന്റെ നോട്ട് കംപ്ലീറ്റ് ആണോ? യെസ് സർ, യു ക്യാൻ ചെക്ക്. ഞാൻ നോട്ട് നീട്ടി. ഗുഡ്. അപ്പൊ പഠിക്കാൻ അറിയാഞ്ഞിട്ടല്ലേ? സാറ് പതുക്കെ പറഞ്ഞു. ദെൻ യു ക്യാൻ സിറ്റ്. താങ്ക് യു സർ. ഇപ്രാവശ്യം ഞാനാണ് ഞെട്ടിയത്. എന്താണെന്നറിയോ? സാറിന്റെ ആ മുൻസുള്ള ചിരിയുണ്ടല്ലോ എന്റെ സാറേ. സാറിന് എന്നോട് എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? ആ, അത് വിട്. അതിന് ആ പീരീഡ് കഴിഞ്ഞോ ദയ വരുന്നു മിസ് ലെച്ചു. എടി നെച്ചു, ഒന്ന് മിണ്ടടി. മിണ്ട, പക്ഷെ ഒരു കാര്യം പ്രോമിസ് ചെയ്യണം. എന്താ? ഇനി മുതൽ പഠിക്കണം. ഓക്കെ മുത്തേ. ഹലോ നക്ഷത്ര. ദേവികയെ കണ്ടതും എന്റെ തലയിൽ സ്ഫോടനം നടക്കുന്നത് ഞാൻ അറിഞ്ഞു.
ഓ, എവിടുന്ന് കിട്ടി ഈ പട്ടിക്കാട്ടിലെ വേഷം? ഓ, ഇത് മിസ്സിനറിയില്ലേ? ഇത് പുതുതായിട്ട് ഇറങ്ങിയതാ. ഓ, സാറിനെ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാവല്ലേടി? അതേടി, ഞാൻ കാണിക്കാറിങ്ങിയതാ. വേണമെങ്കിൽ അയാൾ കെട്ടുകയും ചെയ്യും. ഒന്ന് പോടി ദേവിക അന്തർജനം. ഡി, നിന്നെ ഞാൻ ഒരു ഡേ ഇല്ല, ഒന്ന് പോയി. മനസ്സമാധാനം. എടി നിച്ചുമോളെ. എന്താ അച്ഛാ? നിന്നൊരു കൂട്ടര് കാണാൻ വരുന്നുണ്ട്. അച്ഛാ, അത് വേണോ? ഡി, എഴുന്നേക്കടി. എന്തൊരു നല്ല സ്വപ്നമായിരുന്നു, കേട്ടായിരുന്നു. എന്ത്? ഒന്നുമില്ലമ്മേ, ഞാൻ നേരത്തെ തന്നെ കോളേജിലേക്ക് വിട്ടു. ഡിയർ സ്റ്റുഡൻസ്, ഈ വരുന്ന സെപ്റ്റംബർ 14 നമ്മുടെ ഓണം സെലിബ്രേഷൻ. സോ എല്ലാവരും അടിച്ചു വിളിക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ പ്രിൻസി. അത് പറഞ്ഞ് ഞാനാണ്. ടീ നെച്ചു ഷോപ്പിംഗ്. ഓക്കെ. ക്ലാസ് വിട്ട് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് പോയി. പിന്നെ പൈസ എവിടുന്നാന്നല്ലേ, എനിക്ക് ക്രാഫ്റ്റ്സ് നല്ല കൈവശമുണ്ട്. സോ എൻ്റെ കയ്യിൽ നല്ല എമൗണ്ടും ഉണ്ട്. കടയിൽ കയറി നേരെ സാരി സെക്ഷൻ വിട്ടു. എടി, നമുക്ക് വൈറ്റ് സാരി വിത്ത് റെഡ് ബ്ലൗസ് സെറ്റ് വാ. അതിലേക്കുള്ള മാച്ച് വളകളും വാങ്ങി ഞങ്ങൾ സ്ഥലം വിട്ടു. നെച്ചുമോള്. എന്താ ഏട്ടാ? പിന്നെ അവളുടെ ഫോട്ടോ ചേട്ടൻ അയച്ചു തരണേ. ഓക്കെ. രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി സാരി എടുത്ത് മുടി നിവർത്തിയിട്ട് ഒരു മുല്ലപ്പൂ വെച്ച് കണ്ണാടിയിലേക്ക് നോക്കി. അയ്യോ, ആരേത്? ഞാൻ തന്നെയല്ലേ? ഈശ്വര, എനിക്ക് ഇത്രയൊക്കെ സൗന്ദര്യം ഉണ്ടായിരുന്നോ? താഴേക്ക് ഇറങ്ങിയപ്പോൾ ദാവണി എടുത്ത് വന്ന് എന്നെ അച്ഛൻ വല്ലാത്തൊരു റിയാക്ഷൻ ഇട്ട് നോക്കുന്നു. വാങ്ങിച്ചു. ഏട്ടൻ തോളൂടെ കൈയിട്ട് കൊണ്ടുപോയി. പിന്നെ ഞാൻ പറഞ്ഞു മറക്കരുത്, അവളുടെ ഫോട്ടോ. ഓക്കെടാ. അവന്റെ വയറിന്റെ ഒരു കുത്തും കൊടുത്ത് ഞാൻ ഇറങ്ങി ഓടി. നീ ദ്രോഹി. നെച്ചു പൊന്നെ, എന്തൊരു ലുക്ക്! ഈ തന്നെ ലെഡി നീ കുറെ നേരമായിട്ട് പറയുന്നു. ആദ്യമായിട്ട് എനിക്ക് കണ്ണെടുക്കാൻ തോന്നില്ല. പോടി. സ്റ്റേജിൽ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് പൂക്കളം ഉണ്ടാക്കണം. പിന്നെ ഞങ്ങളുടെ ക്ലാസ് 6 കാലിനാണ്, പറയാൻ പറഞ്ഞു. ഗുഡ് മോർണിംഗ് സർ. സാറ് ക്ലാസ്സിലേക്ക് വന്നു എല്ലാ പെൺപടയും വാങ്ങി നോക്കുന്നു. എന്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നു എന്ന നഗ്നമായ സത്യം അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ഡാർക്ക് റെഡ് ഷർട്ടും കസവ് തുണിയുമാണ് വേഷം. എന്ന് വെച്ചാൽ എൻ്റെ അതേ ഔട്ട്ഫിറ്റ്. സാരിക്ക് പകരം തുണിയാണെന്നേ ഉള്ളൂ. സാർ എന്നെ ഒന്ന് നോക്കി. സാറിന്റെ കണ്ണുകൾ വിരുന്ന് ഞാൻ അത്ഭുതത്തോടെ അറിഞ്ഞു. സോ നിങ്ങൾ സ്റ്റേജിലേക്ക് വരൂ. പൂക്കളുണ്ടാക്കുന്നതിന് മടിയായതുകൊണ്ട് ഞങ്ങൾ മുങ്ങി. പ്രോഗ്രാം കാണുന്നതിനിടെ എന്നോട് ഫ്ലവർ കൊണ്ടുവരാൻ പറഞ്ഞ ഒരാളെ പോയി. ഞാൻ മാസമായി നടക്കുന്നതിനിടെ എന്നെ ആരൊരു ക്ലാസ്സിലേക്ക് വലിച്ച് ഡോർ അടച്ചു. ഒച്ചയിടാൻ നേരം എൻ്റെ വാപുത്തി. ഡേ ഒച്ചോക്കില്ലടി. അത്തീക് സർ. ആ, ഞാൻ തന്നെയാ. സർ മാറിക്ക്, ഞാൻ പോട്ടെ. അതൊന്നും പറ്റില്ല. ബട്ട് സാർ. അങ്ങനെ നീ ഇപ്പൊ പോണ്ട. സാർ എന്നെ 2 ഭാഗത്തുനിന്ന് ലോക്ക് ചെയ്തു. അവളിലേക്ക് മുഖമടുപ്പിച്ച് കാതുകളിലായി ഒന്ന് ഊതി. സർ. അവളൊന്ന് പുളഞ്ഞുപോയി. നെച്ചു. അവന്റെ ശബ്ദം മൃദുവായിരുന്നു. അവൾ പോലും അറിയാതെ വിളിയേട്ടു. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു മോർ ദാൻ എനിത്തിങ്. മറ്റെന്തിനേക്കാളും എനിക്ക് നിന്നെ ഇഷ്ടമാണ് പെണ്ണേ. അവൾ ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി. സർ, നിങ്ങൾക്ക് നിനക്കെന്നെ ഇഷ്ടമല്ലേ നെച്ചു? അവൾ മുഖം താഴ്ത്തി. അവൻ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ മുഖം ഉയർത്തി. ആ, പറയടി പെണ്ണേ. അത് പിന്നെ പറ. ആൾ ഉയർന്നു പൊങ്ങി അവന്റെ കവിളിലായി മുത്തിക്കൊണ്ട് പുറത്തേക്ക് ഓടി. അവന്റെ കിളികൾ കൂടുവിട്ട് പോയി. ഈ പെണ്ണിത്. അവനൊന്ന് ചിരിച്ചു. എന്താണ് നിന്റെ മോഹം വന്നിരിക്കുന്നത്? ഒന്നുമില്ല. എന്നാലും എടി ഒന്നുമില്ലെന്നേ. ഒരു പ്രേമത്തിന്റെ രേഖയാലടി ഇത്. സാറെന്നോട് പറഞ്ഞിരുന്നു. പരിപാടിക്കിടെ ഒരു നോട്ടം എന്നെ നേരെ വരുന്ന പോലെ ഫീൽ ചെയ്തു. ഞാൻ കാണുന്ന എന്നെ തന്നെ കള്ളച്ചിരിയോടെ നോക്കിയിരിക്കുന്ന കാലൻ സാറിനെയാണ്. പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു ഒരു നടുക്കമുള്ള വാർത്ത എന്നെ പൊതിഞ്ഞു. മോളെ, നിന്നെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. ആ വാർത്ത ഒരു ഇടിത്തീ പോലെ വന്ന് പതിച്ചു. ഞാനൊന്നും പറയാതെ അകത്തേക്ക് കയറി. മോളെ മാറ്റിക്ക് വാ. ഞാനൊരു പുട്ടിയുമിടാ സാധാ വേഷത്തിൽ താഴേക്ക് ഇറങ്ങി. എന്റെ മനസ്സിൽ ഒരുവൻ അത്തീക് സാറായിരുന്നു. കാണാൻ വരുന്നവർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാനൊന്നും എനിക്ക് തോന്നിയില്ല. തൊണ്ടക്കുഴിയിൽ നിന്ന് വന്ന കരച്ചിലിനെ അടക്കി പിടിച്ചുള്ള നൃത്തമാണ്. ചായ എടുക്കുമ്പോഴും ഞാൻ മുഖത്ത് നോക്കിയിരുന്നില്ല. ആ, ഇനി പെണ്ണിനും ചെക്കിനും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. ഞാൻ അപ്പോഴും തലതാഴ്ത്തി റൂമിലേക്ക് നടന്നു. തലയൊന്ന് ഉയർത്തി നിച്ചു. പരിചിതമായ ശബ്ദം കേട്ടതും ഞാൻ തലയുയർത്തി നോക്കിയതും ചുമരിനോട് ചേർന്ന് നിന്നിരുന്നു. പേടിച്ചു പോയവണ്ണേ, നിന്നെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകുന്നൊക്കെ? ആ ചോദ്യം കേട്ടതും തൊണ്ടക്കുഴിയിൽ എടുത്തു വെച്ച കരച്ചിൽ പുറത്തേക്ക് വന്നു. ഷിറ്റ്, എല്ലാം നശിപ്പിച്ചു. ആളും എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നെയ്ച്ചു അവന്റെ നെഞ്ചിൽ അടിച്ചും പിടിച്ചും അവളുടെ പ്രതിഷേധം തീർത്തു. അവളുടെ കൈ ലോക്കാക്കി ചുമരിനോട് ചേർത്ത് അവളുടെ അധരങ്ങൾ സ്വന്തമാക്കി. നെയ്ച്ചുവിന്റെ കണ്ണുകൾ പുറത്തു വന്നു. അവളും അതിലേക്ക് പതിയെ ലയിച്ചു. നെയ്ച്ചു, അയ്യോ! ഏറെ നേരം കഴിഞ്ഞിട്ടും കാണാത്തതുകൊണ്ട് അവർ വിളിക്കാൻ വന്ന് നിൽക്കുകയാണെന്ന് ഈ സീനാണ്. അവന്റെ ശബ്ദം കേട്ട് രണ്ടുപേരും വിട്ടുമാറി. സത്യം പറഞ്ഞ അളിയാ, നിങ്ങൾ നേരത്തെ അറിയോ? ആ, അതളിയാ അറിയാം, എന്റെ സാറാണ്. എന്നിട്ട് എന്നോട് നീ പറഞ്ഞില്ലല്ലോ. അതിന് നീ നിന്റേത് എന്നോട് പറഞ്ഞില്ലല്ലോ. അവൻ്റേത് എന്താ? അച്ഛാ, അമ്മ, ഇവനെ എന്റെ ബെസ്റ്റ് ലച്ചുമായിട്ട് ഇഷ്ടത്തില്ല. നീക്കു ദയനീയമായി ആദ്യം നോക്കി. നിന്റെ കെട്ടിയോളം ഞാൻ ശരിയാക്കി തരാമെന്ന രീതിയിൽ. പോടാ, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവമാണ് അവിടെ.
അങ്ങനെയാണോ മോനെ? എന്നാ നെച്ചുവിന്റെ കല്യാണത്തിന്റെ കൂടെ നമുക്ക് അത് നടത്താം. എന്തു പറയുന്നു? അച്ഛൻ മുത്താണ്. അങ്ങനെ കല്യാണ ഒരുക്കങ്ങൾക്ക് ശേഷം കല്യാണ ദിവസം എത്തി. ആദ്യം അവന്റെ പെണ്ണിനെ സ്വന്തമാക്കുമ്പോൾ നിക്കു അവന്റെ പെണ്ണിനെ സ്വന്തമാക്കിയിരുന്നു. രാത്രി ഇരുട്ടിൽ നിലാവ് നെച്ചു, രാത്രിയുടെ ഇരുട്ടിൽ നിലാവ് പ്രകാശം പരത്തുന്ന പോലെ ആ പെണ്ണെ നീ എന്റെ ജീവിതത്തിലേക്ക് വന്നത്. ആ ആകാശത്തിൽ തിളങ്ങുന്ന നക്ഷത്രത്തിന്റെ തിളക്കമുണ്ട് പെണ്ണെ നിനക്ക്. അല്ല നക്ഷപ്പെണ്ണെ, എന്റെ കൊച്ചെന്ന് പറയുന്നു. ആളുടെ വീർത്ത വയലിൽ കൈവച്ചുകൊണ്ട് അവനൊരു ചിരിയോടെ ചോദിച്ചു. സുഖം തന്നെ, വേഗം വരാൻ പറ ശിവേട്ടാ. ഓടി വാ കിടക്കാം. ബാൽക്കണിയിൽ നിന്ന് അവളെയും കൊണ്ട് അവൻ ബെഡിലേക്ക് നടന്നു. അവളെയും നെഞ്ചോട് ചേർത്ത് അവൻ നിദ്രയെ പുഴുകി. കാലിന്റെ സ്വന്തം കുസൃതി പെണ്ണായി.